ആഫ്റ്റർ ലൈഫിനെ കുറിച്ചുള്ള ഡാൻറ്റിയുടെ ക്ലാസിക്കൽ നാരേറ്റീവ് പോയാണ് ഡിവൈൻ കോമഡി. അത് 3 സെക്ഷൻസായിട്ടാണ് തിരിച്ചിട്ടുള്ളത്: ഹെൽ, പർഗേറ്ററി, പാരഡൈസ്. അതിൽ പർഗേറ്ററിയിൽ 2 റിവേഴ്സ് ഉണ്ട്. ഒന്ന് ഊനോ, മറ്റൊന്ന് ലേത്തെ. ഊനോ റിവറിൻ്റെ പ്രത്യേകത, അവിടുന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഓർമ്മകൾ, നല്ല സ്മരണകൾ ഉണരും. നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കും. ലേത്തെ റിവറിൻ്റെ പ്രത്യേകത, നമ്മൾ മറന്നുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ, നമ്മുടെ പാപങ്ങളൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കും. ഗ്രീക്ക് മിത്തോളജിയിൽ നിന്നാണ് ഈ ലേത്തെ റിവറിനെ ഡാൻഡെ എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഗ്രീക്ക് മിത്തോളജിയിൽ ലേത്തെ റിവർ ഇറ്റ്സ് എ റിവർ ഓഫ് ഫോർഗെറ്റ്ഫുൾനെസ്. മറന്നുപോകും, മോശം കാര്യങ്ങളെ മറന്നുപോകുന്നു വെള്ളം കുടിക്കുമ്പോൾ. നമ്മളൊക്കെ ഈ ലേത്തയിൽ വെള്ളം കുടിച്ച് നമ്മുടെ പാപങ്ങളും നമ്മുടെ വഴക്കുകളും നമ്മുടെ ശത്രുതയൊക്കെ കഴുകിക്കളയേണ്ടതാണ്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നു, നിങ്ങൾ ഈ ഭൂമി കെട്ടുന്നതൊക്കെ സ്വർഗത്തിലും കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിക്കപ്പെടും. അപ്പോൾ നമ്മുടെ വഴക്കുകൾ, നമ്മുടെ ശത്രുതയും ഈ ഭൂമിയിലെ ജീവിതത്തോടെ തീരുന്നില്ലെന്നുള്ള അതിൻ്റെ തുടർച്ചയാണ് സ്വർഗം. അപ്പോൾ ഇവിടെ നമ്മൾ കൊണ്ടുനടക്കുന്ന വഴക്ക് ഇവിടെ തന്നെ തീർത്തില്ലെങ്കിൽ അത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. ഇവിടെ അഴിക്കുന്നതോ അത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ വഴക്കുകൾ തീർക്കണം. രഹസ്യമായിട്ട് ഈശോ നമ്മോട് ചെയ്യാൻ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രാർത്ഥിക്കുമ്പോൾ നീ മുറി അടച്ചിരിക്കുക. ഉപവസിക്കുമ്പോൾ അങ്ങനെ തന്നെ. ദാനധർമ്മം കൊടുക്കുമ്പോൾ ആരും അറിയണ്ട. രഹസ്യത്തിൽ ചെയ്യാനാണ് പറയുന്നത്. ഇതുപോലെ 4ാമത്തെ രഹസ്യമാണ്, നിന്നോട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ നീ അവൻ മാത്രമായിരിക്കുമ്പോൾ രഹസ്യമായിട്ട് ചെന്ന് അനുരഞ്ജനം ചെയ്യുക. അനുരഞ്ജനം നടക്കേണ്ടത് പരസ്യമായിട്ടല്ല, രഹസ്യമായിട്ടാണ്. ആരും അറിയാതെ നടത്തേണ്ട ഒന്നാണ് അനുരഞ്ജനം എന്ന് നമ്മൾ മനസ്സിലാക്കണം.